സ്വർണ്ണമോഷണം സംബന്ധിച്ച വാർത്തകൾ ഓരോ ദിവസവും അതിന്റെ ആഘാതം എത്രയെന്നത് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. സർക്കാരിനെ സംബന്ധിച്ചും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്? SITയുടെ അന്വേഷണം എങ്ങോട്ട് നീളുന്നു, കോടതിയുടെ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും എങ്ങനെ നീങ്ങുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് വേണം കാണാൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു നിർണായക നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടാനുള്ള നീക്കത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ പിന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ കെ ജയകുമാറിനെ അതിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നിർണായക തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു മുഖം മിനുക്കൽ നടപടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഏറ്റിട്ടുള്ള ഈ പ്രതിച്ഛായയ്ക്കുള്ള ഇളക്കം തട്ടിയിട്ടുള്ളത് മാറ്റുക എന്ന രീതിയിൽ സർക്കാർ ഒരു പൊതു സ്വീകാരനായ വ്യക്തിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ്. രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നു വന്ന ഇടത്താണ് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ അങ്ങേയറ്റം പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പുതിയ തീരുമാനം വരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് 5 പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് കെ ജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത്. അത് അവസാനം തീരുമാനിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാറിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദേവസ്വം മന്ത്രി തന്നെ ഈ തീരുമാനം അറിയിച്ചു എന്നും തിങ്കളാഴ്ച ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കേൾക്കാം. ഇതൊരു നിയോഗമായാണ് താൻ കാണുന്നത് എന്നതാണ് ഒരു വിശ്വാസി കൂടിയായ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. അത് ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ച ഒരു ഓർഡർ ഇറങ്ങുമായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കിടന്നില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് കെ ജയകുമാറിന്റെ മുന്നിൽ ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെന്ന് നിൽക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ആ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നത്. പക്ഷേ അതൊരു മുൾക്കിരീടമല്ല. എല്ലാ മുൾക്കിരീടങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത് ഈ നിയമനത്തിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 17-ന് അടുത്ത മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ അതിനോടുള്ള അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ടാകാം. നിലവിലെ ദേവസ്വം ബോർഡ് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാകാം. അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് തന്റെ പ്രധാന കർത്തവ്യം, ഏറ്റവും മുൻഗണന എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയും, അത് അനായാസം സാധ്യമാകുമെന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ചില നിയമനിർമ്മാണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ട് ദേവസ്വം ബോർഡിന്റെ. ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ അത്തരം ചില നീക്കങ്ങൾ ആവശ്യമാണ്. അക്കാര്യങ്ങൾ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും.
അപ്പോൾ ജനങ്ങൾക്ക് ഇടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശങ്കകൾക്ക് ഒരു പരിധിവരെ ജയകുമാറിന്റെ നിയമനത്തോടുകൂടി തടയിടാം എന്നതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. നമുക്കറിയാം, അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഭക്തർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രതിച്ഛായ മിനുക്കിയ സർക്കാരാണ്. പക്ഷേ അവിടെ നിന്ന് വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ ഈ നിലയിലേക്കൊക്കെ എത്തിപ്പെട്ടത്. കോടതി ഇടപെടലും പിന്നീട് നടന്ന അന്വേഷണങ്ങളുമൊക്കെ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിനൊരു പ്രശ്നപരിഹാരം എന്ന നിലയിലാണ് ജയകുമാറിനെ കൊണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെ തടയിടാൻ പറ്റില്ല ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം ഇതിൽ നിന്ന്, ഈ ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ നിന്ന് പിന്നോട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ജയകുമാറിന്റെ നിയമനത്തോടു കൂടി ഇത് ഒന്നും ഇല്ലാതാകില്ല, സർക്കാരിന് അതിനെ മറയ്ക്കാനാകില്ല എന്ന ഒരു പ്രതികരണമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ പ്രതിപക്ഷം എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇതുവരെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള കാര്യങ്ങൾ, ക്രമക്കേടുകൾ, ഇതൊക്കെ സജീവമാക്കി തന്നെ നിലനിർത്തും എന്ന സൂചനകളാണ് നൽകുന്നത്. അതിനപ്പുറം ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ കണക്ക് കൂട്ടുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി കേൾക്കാം. ജയകുമാർ നല്ല ആളാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ദേവസ്വത്തെ കട്ടുമുടിച്ചവരാണ് ഇവർ. ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ്? ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി. അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണ കൊള്ള, അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്. അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അവിടുത്തെ ജീവനക്കാർ 2-3 പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? ഇപ്പോൾ പ്രശ്ന പരിഹാരത്തിന് എന്തിന് കെ ജയകുമാർ എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു വ്യക്തിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സർക്കാരിനെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുകൂടി നമ്മൾ കാണണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ ജയകുമാർ. അദ്ദേഹം ദീർഘകാലം അവിടെ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിക്കപ്പെട്ട് പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രവുമല്ല, ശബരിമല ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായി ദീർഘകാലം പ്രവർത്തിച്ച അനുഭവം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറായി 2006 വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഓർഡിനൻസിലൂടെ പുറത്താക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളോടും സംസാരിക്കുമ്പോൾ ആ അനുഭവമൊക്കെ തനിക്ക് ഗുണകരമാകും എന്ന രീതിയിൽ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്ന തസ്തികയിലേക്ക് ഒരിക്കൽ കൂടി അദ്ദേഹം നിയമിതനാകുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായി കെ ജയകുമാർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ ജയകുമാർ IAS തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചുമതലയിലേക്ക് വരുന്നതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് സർക്കാർ. പ്രതിപക്ഷത്തിന് പോലും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലും ഒരു എതിർപ്പും ഉയർത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ എതിർപ്പുകളെയൊക്കെ ഒരു പരിധിവരെ ഈ നിയമനത്തിലൂടെ മറികടക്കാമെന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന നിലയിലാണ് കെ ജയകുമാർ അവിടെ വരുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ സാധാരണയായി രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നു വന്ന ഇടത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റമറ്റ അല്ലെങ്കിൽ ആർക്കും ഒരു മോശം ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഒരു പുതിയ വഴി തുറക്കുന്നത്. അതൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അറസ്റ്റിലായവരെ SIT ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ ഒരുമിച്ചിരുത്തിയും പ്രത്യേകവുമായൊക്കെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് SIT കടന്നിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ മുരാരി ബാബുവിനെ ആയാലും ഒപ്പം പോറ്റി ഉൾപ്പെടെയുള്ളവരുണ്ട്, ബിജു ഉണ്ട്. അവരെയൊക്കെ ഒപ്പം ഇരുത്തിയും അല്ലാതെയും ഒക്കെയുള്ള ചോദ്യം ചെയ്യൽ SITയുടെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുകയാണ്. വാസുവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. വാസുവിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിദേശ യാത്രയെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണവും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഭാഗത്ത് അന്വേഷണം ശരിയായി മുന്നോട്ട് പോകുന്നു. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമോ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന കാര്യം നമ്മൾ ഒരു ഭാഗത്ത് നോക്കുമ്പോഴാണ് മറുഭാഗത്ത് ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടി നടക്കുന്നത്. അതേസമയം വാസുവിന്റെ അറസ്റ്റ് വൈകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില വിമർശനങ്ങളുമുണ്ട്. സർക്കാർ ഇടപെടൽ SITക്ക് മേലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് മൂന്നാം പ്രതിയായ
എൻ വാസുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്നതുൾപ്പെടെയുള്ള പല വിമർശനങ്ങളും ഒരു കോണിൽ ഉയരുന്നുണ്ട്. പക്ഷേ കോടതി ശരിയായ ദിശയിലാണ് SITയുടെ അന്വേഷണം എന്നത് വിലയിരുത്തിയ ഒരു സാഹചര്യത്തിൽ അതിനെ മറിച്ച് നമുക്ക് കാണേണ്ടുന്ന സാഹചര്യമില്ല. എന്തായാലും ഒരു ഭാഗത്ത് ശുദ്ധീകരണ പ്രക്രിയയും മറുഭാഗത്ത് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് കാണാം.